ഫോറക്സ് മാർക്കറ്റ് ലേണിംഗ് സീരീസ് 22. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രേക്കർ ബ്ലോക്കിനെ കുറിച്ചാണ്. എന്താണ് ബ്രേക്കർ ബ്ലോക്ക് നമുക്ക് ഈ വീഡിയോയിൽ പഠിക്കാം. അതേപോലെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ എന്തെങ്കിലും നോട്ട് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ എടുത്ത് വെക്കുക. ഞാൻ ഇതുവരെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഫോറക്സ് മാർക്കറ്റിൻ്റെ സീരീസ് പ്ലേലിസ്റ്റ് ആക്കിയിട്ട് ഞാൻ യൂട്യൂബിലെ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയിട്ട് കാണാൻ പറ്റുന്നതാണ്. കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ പോയിട്ട് കാണുക, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കാം. ഓക്കെ, നമുക്ക് എന്താണ് ബ്രേക്കർ ബ്ലോക്ക് എന്ന് പഠിക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ ഡിസ്കൗണ്ട് ആൻഡ് പ്രീമിയം റേസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ PDRSനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആ PDRAയിൽ വരുന്നതാണ് നമുക്ക് ബ്രേക്കർ ബ്ലോക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ്. ഓക്കെ, ഇപ്പോൾ എക്സാമ്പിളായിട്ട് മാർക്കൊരു ഡിസ്കൗണ്ട് അറയിലാണ് ഉള്ളത് അല്ലേ, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റെഫറൻസ് പോയിന്റിലാണ് ഉള്ളത്. എന്തായിരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റെഫറൻസ് പോയിന്റ്? ഒരു PDRA ആയിരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻ റെഫറൻസ് പോയിന്റ് ആയിട്ട് നമ്മൾ എടുക്കുന്നുണ്ടാവും. ഇവിടെ ഇപ്പോൾ എക്സാമ്പിളായിട്ട് നമുക്കൊരു ഓർഡർ ബ്ലോക്കാണ് ഈ ലെവൽസിലുള്ളതെന്ന് എക്സ്പെക്ട് ചെയ്യാം. അതിനുശേഷം മാർക്കറ്റ് ആ ഒരു ലെവൽസിൽ നിന്ന് റിവേഴ്സിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിവിടെ നോക്കുന്ന സമയത്ത് പ്രീവിയസ് ആയിട്ട് ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു സിങ്ങിൻ്റെ താഴെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് റിവേഴ്സിൽ വന്നിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായിട്ടൊരു ഹൈയും ക്രിയേറ്റ് ആയിട്ടുണ്ട്. അടുത്ത ലെവലിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് ഇമ്പൾസീവായിട്ട് വന്നിട്ട് ആ ഒരു ലെവൽസിലേക്ക് ബ്രേക്ക് ചെയ്ത് അപ്പ് സൈഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ചേഞ്ച് മാർക്കറ്റിലേക്ക് വന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മാർക്കറ്റിന്റെ ട്രെൻഡ് റിവേഴ്സ് ആയിട്ടുണ്ട്. ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ്. മാർക്കറ്റ് ഓൾറെഡി ഡൗൺ സൈഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഡൗൺ സൈഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റിന്റെ മുകളിലോട്ടേക്ക്, അതായത് ഒരു പ്രീവിയസ് സ്വിങ്ങിന്റെ മുകളിലോട്ടേക്ക് ഒരു ഹൈ ടൈം ഫ്രെയിം PDRA ടച്ച് ചെയ്ത് അപ്പ് സൈഡിലേക്ക് ക്ലോസ് ഇട്ടില്ലാണെങ്കിൽ നമുക്കൊരു MSS ആയിട്ട് കണക്കൂട്ടാൻ പറ്റുന്നതാണ്. ഓക്കെ, നമുക്ക് എങ്ങനെയാണ് ഒരു ബ്രേക്കർ ബ്ലോക്കിന്റെ ലെവൽസ് നമുക്ക് നോക്കാം. ഈ ഒരു സ്വിങ്ങിനെ ആയിരിക്കും നമ്മൾ ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ ഈ ഒരു ഏരിയാസിലേക്ക് വീണ്ടും മാർക്കറ്റ് ടാപ്പ് ചെയ്യുന്ന സമയത്ത് അപ്പ് സൈഡിലേക്കുള്ള ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും നോക്കുന്നുണ്ടാവുക. ആ ലെവൽസിലേക്ക് ടാപ്പ് ചെയ്യുന്ന സമയത്ത് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റുന്നതാണ്. ടാർഗറ്റ് ആയിട്ട് നമുക്ക് നോക്കാൻ പറ്റുന്നത് നെക്സ്റ്റ് ലെവലിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ റെഫറൻസ് പോയിന്റ്, അതായത് ഒരു പ്രീമിയം ഏരിയയോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു PDRA നോക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ടാവുക ഈ ഒരു ഏരിയ ആയിരിക്കും നമ്മൾ ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടാവുക. ഈ ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുള്ള ക്യാൻഡിൽസ് ഉണ്ടാവില്ലേ, അതേപോലെ ഈ അപ്പ് സൈഡിലേക്ക് വന്നിട്ടുള്ള ക്യാൻഡിൽസ് ഉണ്ടാവും. ഈ അപ്പ് സൈഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ക്യാൻഡിൽസിന്റെ അവസാനത്തെ അപ്പ് മൂവ് ക്ലോസ്ഡ് ക്യാൻഡിലായിരിക്കും നമ്മൾ ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടാവുക. ഈ ഒരു ഏരിയാസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് സ്മോളർ ടൈം ഫ്രെയിം പോയിട്ട് ഇവിടെ ഒരു കൺഫർമേഷന്റെ ബേസിൽ നമുക്ക് ട്രേഡ് എടുക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അതേപോലെ ഇതിന്റെ ക്രൈറ്റീരിയാസും കാര്യങ്ങളും എങ്ങനെ ഒരു ബുള്ളിഷ് ബ്രേക്കർ കൺഫേം ചെയ്യാന്നുള്ള കാര്യങ്ങൾ നമുക്ക് പഠിക്കാവുന്നതാണ്. ഇപ്പം ബേസിക് ആയിട്ട് എങ്ങനെയാണ് ഒരു ബുള്ളിഷ് ബ്രേക്കർ വർക്കാന്നുള്ള കാര്യം മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു ബെയറിഷ് ബ്രേക്കർ വർക്കാന്ന് നോക്കാം. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. പ്രൈസ് അപ്പ് സൈഡിലേക്ക് പോകുന്നു, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ റെഫറൻസ് പോയിന്റ് ടാപ്പ് ചെയ്യുന്നു. ഈ ഏരിയയിലേക്ക് നോക്കുന്ന സമയത്ത് ഇവിടെ നമുക്കൊരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷമാണ് അപ്പ് സൈഡിലേക്ക് പോയിട്ടുള്ളത്. അതിനുശേഷം ഈ ഒരു സ്വിംഗ് ലോ മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഒരു സ്വിംഗ് ലോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ബ്രേക്ക് ചെയ്തതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് പ്രൈസ് ഇമ്പൾസീവായിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്വിംഗ് പോയിന്റ് ആയിരിക്കും നമ്മൾ ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടാവുക. ഡൗൺ സൈഡിലേക്ക് ഒരു ക്യാൻഡിൽസ് വന്നിട്ടുണ്ട്, അപ്പ് സൈഡിലേക്ക് ക്യാൻഡിൽസ് പോയിട്ടുണ്ട്. ഈ ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുള്ള ക്യാൻഡിൽസിന്റെ അവസാനത്തെ റെഡ് ക്യാൻഡിലായിരിക്കും നമ്മൾ ബെയറിഷ് ബ്രേക്കർ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ടാവുക. എങ്ങനെയാണ് നമുക്കൊരു ബെയറിഷ് ആൻഡ് ബുള്ളിഷ് ബ്രേക്കറിന്റെ കൺഫർമേഷൻ എടുക്കാൻ നോക്കാം. ഇപ്പൊ ഇവിടെ നമുക്കൊരു ബെയറിഷ് ബ്രേക്കറിന്റെ കൺഫർമേഷൻ എങ്ങനെ എടുക്കാൻ നോക്കാം. പ്രൈസ് ഒരു സ്വിംഗ് ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു, അതിനുശേഷം അപ്പ് സൈഡിൽ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നു. ഒരു സ്റ്റോപ്പ് ട്രേഡ് ആണ് ഇവിടെ നടക്കുന്നത്. നമുക്ക് ഈ ഒരു ഏരിയാസിൽ നോക്കുന്ന സമയത്ത് മനസ്സിലാവും ഇവിടെ ഒരു സ്റ്റോപ്പ് ട്രേഡ് നടക്കുന്നുണ്ട്. ഒരു ഹൈ ക്രിയേറ്റ് ആയിട്ട് അപ്പ് സൈഡിലേക്ക് ഒരു ബ്രേക്ക് ഔട്ട് പോലെ ഇവിടെ ക്രിയേറ്റ് ആകുന്നുണ്ട്. ഈ ഒരു ബ്രേക്ക് ഔട്ടിൽ ധാരാളം ആൾക്കാർ ബൈ ചെയ്തിട്ടുണ്ടാവും. അവരെല്ലാം സ്റ്റോപ്പ് ലോസ് ഹണ്ടായതിനു ശേഷം ഡൗൺ സൈഡിലേക്ക് പ്രൈസ് ഇമ്പൾസീവ് ആയിട്ട് ക്ലോസ് ചെയ്യുന്നു. പ്രീവിയസ്ലി ക്രിയേറ്റ് ആയിട്ടുള്ള ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും ഇവിടെ നോക്കുന്ന സമയത്ത് ഒരു സ്വിംഗ് ലോ ഉണ്ട്. ഈ സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ട് ക്ലോസ് ചെയ്യുന്നുണ്ടാവുക. നമുക്ക് ഈ സ്വിംഗ് ലോ ബ്രേക്കർ ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ നമുക്ക് ബ്രേക്കർ ബ്ലോക്കിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കൺഫ്ലുവൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള ഒരു സ്റ്റോപ്പ് ബ്രൈഡിന് ശേഷമുള്ള സ്വിംഗ് ലോ ആയിരിക്കും നമ്മൾ ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടാവുക. അതായത് മാർക്കറ്റ് അപ്പ് സൈഡിലേക്ക് പോയി ഒരു ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ഡൗൺ സൈഡിലേക്ക് വന്ന് ക്ലോസ് കിട്ടുന്നു. ഇതൊരു മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റർ ആയിട്ട് മാറുന്നതാണ്. ഈ ഒരു ഏരിയയിൽ ഉണ്ടാകുന്ന ക്യാൻഡിലായിരിക്കും നമ്മൾ ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടാവുക. ഇങ്ങനെ ഒരു സെറ്റപ്പ് ആയിരിക്കും നമ്മൾ ബ്രേക്കർ ബ്ലോക്കിന്റെ കൺഫർമേഷൻ ആയിട്ട് എടുക്കുന്നുണ്ടാവുക. നമുക്ക് പ്രൈസ് വീണ്ടും ഈ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് ടാപ്പ് ചെയ്യുന്ന സമയത്ത് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റുന്നതാണ്. ഇനി എങ്ങനെയാണ് ഒരു ബുള്ളിഷ് ബ്രേക്കറിന്റെ കൺഫർമേഷൻ എടുക്കാൻ നോക്കാം. പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വരുന്നു, അതിനുശേഷം ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നു. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈ സൈഡിലുള്ള ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യുന്നതായിരുന്നു. ഇവിടെ നോക്കുന്ന സമയത്ത് ഡൗൺ സൈഡിലേക്കുള്ള ഒരു സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്യുന്നു. ഇവിടെ ധാരാളം ആൾക്കാർ ഷോർട്ട് ചെയ്തിട്ടുണ്ടാകും. അതേപോലെ ഈ സ്വിംഗ് ലോസിന്റെ താഴെയെല്ലാം സ്റ്റോപ്പ് ലോസ് വെച്ച ആൾക്കാരുടെ സ്റ്റോപ്പ് റൈഡ് ആയിട്ടുണ്ടാകും. അത് സ്റ്റോപ്പ് ലോസ് റൈഡ് ചെയ്തിട്ടുണ്ട്.
സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ട്, ഒരു സ്റ്റോപ്പ് ലോസ് 100 എന്നെല്ലാം പറയുന്ന രീതിയിൽ സംഭവിച്ചിട്ടുണ്ട്. അതിനുശേഷം മാർക്കറ്റ് ഇമ്പൾസീവായിട്ട് അപ്സൈഡിലേക്ക് വന്നിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സെറ്റപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു ഏരിയയിലേക്ക് ടാപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് നോക്കാൻ പറ്റുന്നതാണ്. അതേപോലെ ഈ ഒരു സ്റ്റോപ്പ് റൈഡ് നടന്നാൽ മാത്രമേ നമുക്ക് ഒരു ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ ഈ ഒരു സ്റ്റോപ്പ് റൈഡിന് ശേഷമുള്ള ഒരു മൂവ്മെന്റിന് ശേഷമുള്ള ഒരു എൻട്രി ആയിരിക്കും നമ്മൾ ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, നേരെ വന്നിട്ട് നമ്മൾ മിറ്റിഗേഷൻ ബ്ലോക്കെല്ലാം പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മിറ്റിഗേഷൻ ബ്ലോക്കിൽ ഒരു ബ്രേക്കർ ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യലാണെന്നുണ്ടെങ്കിൽ നമ്മൾ എൻട്രി ഓപ്പർച്യൂണിറ്റി നോക്കാം. അതിന്റെ ഒരു എൻട്രി മെത്തേഡ് അങ്ങനെ തന്നെയാണ്. പക്ഷെ നമ്മൾ കൺഫ്ലുവൻസ് ആയിട്ട് ഇവിടെ എടുക്കുന്ന ഈ സ്റ്റോപ്പ് റൈഡിനെ ആയിരിക്കും നമ്മൾ ബ്രേക്കർ ബ്ലോക്കിന്റെ ഒരു കൺഫ്ലുവൻസ് ആയിട്ട് എടുക്കുന്നുണ്ടാകുക. നമുക്ക് ഈ ഒരു ഏരിയയിലായിരിക്കും കൂടുതൽ ആൾക്കാർ, നമുക്കിപ്പോൾ ലോജിക്ക് സിമ്പിൾ ആയിട്ട് നോക്കാം. ഡൗൺ സൈഡിലേക്ക് പോകുന്നു, കുറെ ആൾക്കാർ ഷോർട്ട് ആയിട്ട് ഈ ഒരു ഏരിയയിലായിരിക്കും സ്റ്റോപ്പ് ലോസ് വെച്ചിട്ടുണ്ടാകുക. ഡൗൺ സൈഡിലേക്ക് വരുന്നു, അതിനുശേഷം അപ്പ് സൈഡിലേക്ക് ഒരു പോയിട്ട് ഒരു ക്ലോസ് കിട്ടുന്നു. ഇവിടെ ധാരാളം ആൾക്കാരുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ അടിക്കാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഒരു പെർസ്പെക്റ്റീവിൽ നോക്കലാണെന്നുണ്ടെങ്കിൽ ഇവരിപ്പോൾ ഷോർട്ട് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ വീണ്ടും ടാപ്പ് ചെയ്യുന്ന സമയത്ത് ഇവരുടെ ഷോർട്ട് പൊസിഷൻ എക്സിസ്റ്റ് ചെയ്തിട്ട് ഇവർക്ക് ലോങ് പൊസിഷൻ ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അല്ലേ. അപ്പോൾ അപ്പ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഇവർക്ക് ലോങ് ഓപ്പർച്യൂണിറ്റി അതിന് ശേഷം റൈഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ എങ്ങനെയാണ് മാർക്കറ്റിൽ വർക്ക് ആകുന്ന നോക്കാം. ഒരു ബുള്ളിഷ് ബ്രേക്കർ എങ്ങനെ ഫോം ആകുന്ന നോക്കാം. ഇവിടെ നോക്കുന്ന സമയത്ത് പ്രൈസ് ഡൗൺ സൈഡിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ ഒരു ഈക്വൽ ലോസ് കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. ഈ ക്യാനൽസ് ഒരു ഈക്വൽ ലോസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഈക്വൽ ലോസ് വന്നിട്ട് ക്യാനൽ സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ക്യാനൽ അതിന്റെ താഴോട്ട് വന്നിട്ട് അപ്പ് സൈഡിലേക്ക് ഇമ്പൾസീവായിട്ട് ഒരു മൂവ്മെന്റ് വന്നിട്ടുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഡൗൺ സൈഡിലേക്ക് വന്ന ഒരു ലിക്വിഡിറ്റി റൈഡ് നടക്കുന്നു, അതിനുശേഷം ഇമ്പൾസീവായിട്ട് അപ്പ് സൈഡിലേക്ക് വന്നിട്ട് ക്യാനൽ ക്ലോസ് ചെയ്യുന്നു. അതേപോലെ തന്നെ ഇവിടെ ക്ലോസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഏരിയ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ അപ്പ് സൈഡിലേക്ക് വന്നിട്ടുള്ള മൂവ്മെന്റിന്റെ ലാസ്റ്റ് ക്യാനൽ, ഒരു ലാസ്റ്റ് ഗ്രീൻ ക്യാനൽ ഈ ഒരു ക്യാനലായിരിക്കും ഉണ്ടാകുക. ഓക്കെ, ലാസ്റ്റ് ഗ്രീൻ ക്യാനൽ ഈ ഒരു ക്യാനലായിരിക്കും ഉണ്ടാകുക. ഈ ഒരു ക്യാനലായിരിക്കും നമ്മൾ ബ്രേക്കർ ബ്ലോക്ക് ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടാകുക. പ്രൈസ് അതിനുശേഷം ഒരു റിട്രേസ്മെന്റ് തരുന്നുണ്ട്. നമ്മൾ ഈ ഒരു ലാസ്റ്റ് ഗ്രീൻ ക്യാനലായിരിക്കും ഒരു സോൺ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ടാകുക. ഈ സോണായിട്ട് ഗ്രീൻ ക്യാനൽ മാർക്ക് ചെയ്ത് ഈ ഒരു ഏരിയയിൽ എത്തുന്ന സമയത്ത് നമുക്ക് ലോ ടൈം ഫ്രെയിമിലോ അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് എൻട്രി എടുക്കാൻ പറ്റുന്നതാണ്. സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ സ്വിംഗ് ലോന്റെ താഴെ വെക്കാൻ പറ്റുന്നതാണ്. ടാർഗറ്റ് ഒരു 1:2 അല്ലെങ്കിൽ നെക്സ്റ്റ് PDRIയോ എക്സ്പെൻസീവ് ഏരിയയിലൊക്കെ നമ്മൾ ടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്ക് നോക്കുന്ന സമയത്ത് ഇവിടുന്ന് ഇമ്പൾസീവ് ആയിട്ട് ഒരു മൂവ്മെന്റ് വന്നിട്ട് ടാർഗറ്റ് അച്ചീവ് ആയിട്ടുണ്ട്. ഇങ്ങനെയാണ് നമുക്കൊരു ബ്രേക്കർ ബ്ലോക്കിൽ എൻട്രി എടുക്കേണ്ടത്. ബ്രേക്കർ ബ്ലോക്ക് മനസ്സിലായി തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഡിസ്കോഡിൽ ചാനലിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ഡിസ്കോഡിൽ ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്